بسم الله الرحمن الرحيم. الحمد لله نحمده ونستعينه ونستغفره ونستهديه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. അല്ലാഹുവെ സൂക്ഷിച്ച് തൗഹീദിന്റെ അടിസ്ഥാനത്തിൽ പവിത്രമായ ഇസ്ലാമിക ജീവിതം പുലർത്തണം എന്ന് എന്നോടും നിങ്ങളോടും ആമുഖമായി വസിയത്ത് ചെയ്യുന്നു. അള്ളാഹുവിൻ്റെ അരികിൽ സ്വീകാര്യമായ ആദർശം, അതാണ് അഹ്ലുസുന്ന വൽ ജമാ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്ന് നമ്മൾ നേരത്തെ മനസ്സിലാക്കി. കാലക്രമേണ അതിൽ നിന്ന് വ്യതിയാനം വന്ന് ബാഹ്യമായി ഇസ്ലാമിൻ്റെ പേര് പറയുകയും എന്നാൽ ഷിർക്കിൻ്റെയും കുഫറിൻ്റെയും അഹ്ലി കിതാബിൻ്റെയും വിശ്വാസം ഉള്ളിൽ പേറുകയും ചെയ്യുന്ന വ്യത്യസ്ത വ്യതിയാന കക്ഷികൾ പിൽക്കാലത്ത് രൂപപ്പെട്ടു. സതഫ്തരിഖു ഉമ്മത്തി അലാ 73 മില്ല. എൻ്റെ ഉമ്മത്ത് 73 മില്ലത്തുകളായി വിഭാഗങ്ങളായി പിരിയും. കുല്ലുഹും ഫിന്നാർ ഇല്ലാ മില്ലത്തം വാഹിദ. ആ വ്യതിയാനം വന്നു പോകുന്ന എല്ലാ കക്ഷികളും നരകത്തിൽ പതിക്കും, ഒരു മില്ലത്തൊഴികെ. സ്വഹാബികൾക്കറിയേണ്ടത് രക്ഷപ്പെടുന്ന ആ കക്ഷി അഥവാ അൽ ഫിർഖത്തുൻ നാജിയ, അത്വായിഫത്തുൽ മൻസൂറ എന്നൊക്കെ വിശേഷിപ്പിക്കപ്പെട്ട ആ രക്ഷപ്പെടുന്ന വിഭാഗമാരാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദ്യം വന്നു, ആരാണത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അൽ ജമാ, ആ സംഘം. അത് അദ്ദേഹം വിശദീകരിച്ചു. മാ അന അലൈഹിൽ യൗമ വ സ്വഹാബി, ഞാനും എൻ്റെ സ്വഹാബികളും ഇന്നേ ദിവസം ഏതൊരാദർശത്തിലാണോ ഉള്ളത് ആ നിലപാട് സ്വീകരിക്കുന്നവരാണ് രക്ഷപ്പെടുന്ന കക്ഷി. ഇങ്ങനെ ഈ രക്ഷപ്പെടുന്ന കക്ഷിയിൽ ഉൾപ്പെടാൻ ഭാഗ്യം കിട്ടാതെ നരകത്തിലേക്ക് പതിച്ചു പോകുന്ന വ്യതിയാന കക്ഷികളിൽ ബാഹ്യമായി ഇസ്ലാമിന്റെ പേര് പറയും, ഉള്ളിൽ കുഫറാണ്. മുനാഫിക്കുകളെ പോലെ അബ്ദുല്ലാഹിബ്നു സബ, അയാൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പറകിൽ വന്ന് ജമാഅത്തായി നിസ്കാരത്തിൽ പങ്കെടുത്തിരുന്ന ആളാണ്. പക്ഷെ വീട്ടിൽ വിഗ്രഹങ്ങളെ ആരാധിക്കും. അങ്ങനെ തനിച്ച നിഫാഖ്, പുറമേക്ക് ഇസ്ലാമിനെ കാണിക്കുകയും ഉള്ളിൽ കാഫറായി ജീവിക്കുകയും ചെയ്യുന്ന വിഭാഗം. യഥാർത്ഥത്തിൽ അത്തരം വിഭാഗങ്ങൾക്കൊക്കെ ബീജാപാപം നൽകിയത് ഇസ്ലാമിന്റെ ശത്രുക്കളാണ് എന്ന് കാണാൻ കഴിയും. അത് ഉണ്ടാക്കിയത് തന്നെ ഇസ്ലാമിന്റെ ആളുകളല്ല. നമ്മൾ നേരത്തെ കഴിഞ്ഞ ഏതാനും ആഴ്ചകളിൽ ചർച്ച ചെയ്ത സൂഫിസത്തിന്റെ പേരിൽ നടക്കുന്ന അദ്വൈതവാദവും ചിന്തയും തനിച്ച കുഫ്രൻ വിശ്വാസങ്ങളും ഇവിടുത്തെ ഏതാണ്ട് ഭൂരിപക്ഷം വരുന്ന മുസ്ലിം വിഭാഗങ്ങളും അവരുടെ ആധാരമായി സ്വീകരിക്കുന്ന വഹദത്തുൽ വുജൂദിന്റെ വിശ്വാസം, അത് പുലർത്തുന്ന സൂഫികൾ അവരെത്രമാത്രം പിഴവിലും കുഫറിലുമാണ് എന്നുള്ളതിന്റെ പ്രധാനപ്പെട്ട ചില ഉദാഹരണങ്ങൾ നമ്മൾ മനസ്സിലാക്കി. ഈ ചിന്തകളൊക്കെ ആവിർഭാവം കൊള്ളുന്നത് യഥാർത്ഥത്തിൽ അഹ്ലു ഷിയത്ത് എന്ന് പറയുന്ന ഒരു വിഭാഗത്തിലാണ്. ഇനി നമ്മൾ ചർച്ച ചെയ്യാനിരിക്കുന്നത് ആരാണ് ഷിയാക്കൾ. പ്രത്യേകിച്ചും ഇറാനിനെയൊക്കെ പ്രശംസിക്കുന്നതിൽ മുസ്ലിങ്ങൾ തന്നെ മത്സരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. യഹൂദികളും ഇറാനും പോരാട്ടമുണ്ടാകുമ്പോൾ ഇസ്ലാമിന്റെ രണ്ട് ശത്രുക്കൾ പോരാടുന്നു എന്ന നിലപാടല്ലാതെ ഒരു വിഭാഗം മറ്റൊരു വിഭാഗത്തെക്കാൾ കൊള്ളാവുന്ന ഒരു സംഘമാണ് എന്ന് ചിന്തിക്കാൻ യഥാർത്ഥ മുസ്ലിങ്ങൾക്ക് പാടുള്ളതല്ല എന്ന് നേരത്തെ പണ്ഡിതന്മാരുടെ വാക്കുകൾ അതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്. ഇന്ന് ഈ കാലഘട്ടത്തിൽ ജീവിച്ചിരിപ്പുണ്ടായിരുന്ന ഏറ്റവും അറിയപ്പെട്ട സലഫി പണ്ഡിതന്മാരിൽ ഒരാൾ, കിബാറിൽപ്പെട്ട ഒരു ആലിം,
കഴിഞ്ഞ ദിവസം വിട പറഞ്ഞു. അല്ലാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തിന്, ഷെയ്ഖ് മദ്ഖലി, അദ്ദേഹത്തിന് അല്ലാഹു മഗ്ഫിറത്തും മർഹമത്തും പ്രദാനം ചെയ്യുമാറാകട്ടെ. സ്വർഗത്തിൽ നമ്മയെല്ലാം ഈമാനിന്റെയും തൗഹീദിന്റെയും പേരിൽ അല്ലാഹു ഒരുമിച്ച് ചേർക്കുമാറാകട്ടെ. പണ്ഡിതന്മാരുടെ വേർപാട് എന്ന് പറയുന്നത് ഒരു ഉമ്മത്തിൽ അറിവ് ഇല്ലാതായി പോകാനുള്ള കാരണമാണ്. ഒരു സമൂഹത്തിൽ നിന്ന് അറിവ് അങ്ങനെ എടുത്തു കളയുക എന്നുള്ളതല്ല, അറിവിന്റെ അടിസ്ഥാനത്തിൽ സമൂഹത്തെ നയിക്കുന്ന ഓരോരുത്തരും പിരിഞ്ഞു പോവുക എന്നുള്ളതാണ് ലോകത്ത് അറിവില്ലാതാവുകയും അവസാനം ജാഹിലുകളായ ആളുകളെ പണ്ഡിതന്മാരായി താലോലിക്കുകയും കൊണ്ടു നടക്കുകയും ചെയ്യുന്ന ഒരവസ്ഥ ഖിയാമത്തിന്റെ അടയാളമാണ്. അവരുടെ നേതാക്കന്മാർ ജാഹിലുകളായിരിക്കും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പരിചയപ്പെടുത്തി. ഇത്തഖദു റൂസഹും ജുഹാല, അവരുടെ നേതാക്കളായി അവർ ജാഹിലുകളെ സ്വീകരിക്കും. ജാഹിലുകൾ ഈ ഉമ്മത്തിന്റെ നേതൃത്വം ഏറ്റെടുക്കാതിരിക്കാൻ ഏറ്റവും പ്രധാന കാരണമായി തീരുന്നത് പണ്ഡിതന്മാരാണ്. അതുകൊണ്ട് തന്നെ വലിയ വലിയ പടുക്കളായ പണ്ഡിതന്മാരുടെ അഭാവം നമ്മൾ വളരെ സൂക്ഷിക്കേണ്ടതാണ്. ഷെയ്ഖ് റബീ മദ്ഖലിയെ സംബന്ധിച്ചിടത്തോളം ഈ വ്യതിയാന കക്ഷികളിൽപ്പെട്ട ഷിയാക്കളെ വ്യക്തമായി അവരുടെ ന്യൂനതകളെല്ലാം പിച്ചു ചീന്തിയ തുറന്നു കാണിച്ച ഒരു മഹാപണ്ഡിതനായിരുന്നു അദ്ദേഹം. ഷിയാക്കളിലേക്ക് അനുഭാവം വന്ന് അഹ്ലുസുന്നയേക്കാൾ ഷിയാക്കളാണ് ഇസ്ലാമിന്റെ വക്താക്കൾ, അവരാണ് ഇസ്ലാമിന്റെ സംരക്ഷകർ, അവരാണ് ഇസ്ലാമിന്റെ പോരാളികൾ, അതുകൊണ്ട് അവരെയാണ് നമ്മൾ പുലർത്തേണ്ടത് എന്ന് പറയുന്ന ഇഖ്വാനിയത്തിന്റെ വക്താക്കളായിട്ടുള്ള ഹമാസ് പോലുള്ള പടയാളി സംഘം, തീവ്രവാദ ഗ്രൂപ്പുകൾ, അത്തരം ആളുകളെയൊക്കെ വ്യക്തമായി ആദർശപരമായി പ്രാമാണികമായി പിച്ചു ചിന്തുകയും തുറന്നു കാണിക്കുകയും ചെയ്ത ഈ നൂറ്റാണ്ടിലെ തന്നെ ഉന്നതനായ പണ്ഡിതനാണ് ഇന്നലെ നമ്മിൽ നിന്ന് വിട പറഞ്ഞത്. മാത്രവുമല്ല, നമ്മുടെ നാട്ടിൽ സലഫികളെ പരിഹസിക്കാൻ മദ്ഖലി എടുക്കും. സലഫികൾ കുറെ ആളുകളുണ്ട്, അവർ ജാമികളാണ്, മദ്ഖലികളാണ്, അവർ വരണ്ട ഫിഖ്ഹി തത്വങ്ങൾ മാത്രം ചർച്ച ചെയ്യുന്നവരാണ്. യഥാർത്ഥത്തിൽ മദ്ഖലിയുടെയൊക്കെ കിതാബുകൾ നിങ്ങൾ വായിച്ചു നോക്കണം. മലയാളത്തിലേക്ക് പോലും വിവർത്തനം ചെയ്യപ്പെട്ടിട്ടുണ്ട്. പ്രവാചകന്മാരുടെ പ്രബോധനം എന്ന പേരിൽ മലയാളത്തിൽ പോലും ഇഖ്വാനികളെയും ഷിയകളെയും അവരുടെ ചിന്താ വ്യതിയാനങ്ങളെയും വ്യക്തമായി ചൂണ്ടിക്കാണിക്കുന്ന പുസ്തകങ്ങൾ കുറച്ചൊക്കെയാണെങ്കിലും മലയാളത്തിലേക്കും വന്നിട്ടുണ്ട്. പക്ഷേ മലയാളികളായ ആളുകൾക്ക്, ധാരാളം ആളുകൾക്ക് നേരിട്ട് ബന്ധമുള്ള, അദ്ദേഹത്തിന്റെ കിതാബുകൾ പഠിക്കാൻ അവസരമുള്ള ധാരാളം ആളുകൾ ഉണ്ടായിട്ടുണ്ട്. ഞാൻ പറയുന്നത് ഷിയകളെയും ഇഖ്വാനികളെയും അവർ അഹ്ലുസുന്നത്തിൽ നിന്ന് എത്രമാത്രം അകന്നു നിൽക്കുന്നു എന്ന് വ്യക്തമായി ചൂണ്ടിക്കാണിച്ച ഒരു പണ്ഡിതൻ, സാന്ദർഭികമായി ഞാൻ അദ്ദേഹത്തെ അനുസ്മരിച്ചു എന്ന് മാത്രം. ഇനി സൂചിപ്പിക്കുന്നത്, ഇവിടെ ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാഹ് ഷിയകളുടെ കണ്ഠകോടാലിയാണ് എന്ന് വിശേഷിപ്പിക്കാം അദ്ദേഹത്തെ. അദ്ദേഹത്തിന്റെ ഏറ്റവും പ്രസിദ്ധമായ ഒരു കൃതിയാണ് മിൻഹാജുസ് സുന്ന, അസുന്നത്തിന്റെ മാർഗം, അഹ്ലുസുന്നയുടെ മാർഗം എന്താണ് എന്ന് വിശദീകരിക്കുന്ന വലിയൊരു കിതാബുണ്ട്. അതിന്റെ മുഖ്തസർ പോലും ആയിരക്കണക്കിന് പേജുകളുണ്ട്, അതിന്റെ സംക്ഷിപ്തം പോലും വിശദമായി അതിലുടനീളം ഷിയകളുടെ വിശ്വാസം, അതിന്റെ അടിസ്ഥാനം മുതൽ അവസാനം വരെ കൃത്യമായി വേരറുക്കുന്ന ഓരോ ഷിയകളുടെ വാദം എന്താണ്, അവരുടെ വിശ്വാസം എന്താണ്, അവരും അഹ്ലുസുന്നയും തമ്മിൽ എങ്ങനെയാണ് വിയോജിക്കുന്നത് എന്ന് വ്യക്തമായി പഠനം നടത്തുന്ന തെളിവുകൾ കൊണ്ട് അവരുടെ വാദങ്ങളെ ഖണ്ഡിക്കുന്ന ബൃഹത്തായ ഒരു കൃതിയാണ് മിൻഹാജുസ് സുന്ന. ഷിയകളെ കൃത്യമായി അതിൽ അനാവരണം ചെയ്യുന്നുണ്ട്. അത്തരം ധാരാളം കൃതികൾ പൂർവ്വകാലങ്ങളിൽ തന്നെ രചിക്കപ്പെട്ടു. ആധുനിക കാലത്താകട്ടെ ഷിയാക്കൾക്കെതിരെ പോരാട്ടം നടത്തുന്ന സംഘങ്ങൾ തന്നെ രൂപം കൊണ്ടു. മക്തബത്തുൽ ആലു അൽ സഹാബ് പോലുള്ള ആഗോളതലത്തിൽ പ്രചരിച്ചു കിടക്കുന്ന വലിയ മക്തബകൾ, വലിയ ലൈബ്രറികൾ ഷിയകളെ പ്രതിരോധിക്കുന്നതിനു വേണ്ടി മാത്രമായി രൂപം കൊണ്ടിട്ടുണ്ട്. അങ്ങനെ ഷിയകളുടെ ധാരാളം അവരുടെ ന്യൂനതകൾ ചൂണ്ടിക്കാണിക്കുന്ന ഒരുപാട് കൃതികൾ ആധുനികമായി പുറത്തു വന്നു. ഒരുപാട് പണ്ഡിതന്മാരുടെ പേർ നമുക്ക് ആ വിഷയത്തിൽ എടുത്തു പറയാനുണ്ട്. ഇൻഷാ അല്ലാഹ് സൗകര്യം പോലെ ഞാനത് ശ്രദ്ധയിൽ കൊണ്ടുവരും. ഇപ്പോൾ ഞാൻ സൂചിപ്പിക്കുന്നത് സുന്നികളും ഷിയകളും തമ്മിലുള്ള അടിസ്ഥാന വ്യത്യാസങ്ങൾ എന്താണ്. ഈ ഷിയകളെ നമുക്ക് യഥാർത്ഥ മുസ്ലിങ്ങളായി ഗണിക്കാമോ, പോട്ടെ മുസ്ലിമായിട്ട് അവരെ കണക്കാക്കാമോ? ഷിയകളെ സംബന്ധിച്ചിടത്തോളം എന്തുകൊണ്ടാണ് അഹ്ലുസുന്നയുടെ വക്താക്കളും സലഫികളും അവരെ തള്ളിപ്പറയുന്നത്? കേവലം ഏതെങ്കിലും വംശീയമോ സംഘടനാപരമോ ആയ കേവലം ഒരു വിഭാഗീയതയോ എതിർപ്പോ മാത്രമാണോ ഷിയകളുടെ വിഷയത്തിലുള്ളത്? ഇതാണ് നമ്മൾ പഠിക്കേണ്ടത്. സലഫികൾ അല്ലെങ്കിൽ അഹ്ലുസുന്നയുടെ പണ്ഡിതന്മാർ ഗ്രന്ഥങ്ങൾ എഴുതിയും പ്രഭാഷണങ്ങൾ നടത്തിയും ഖുത്ബകൾ പറഞ്ഞും അവർ ജനങ്ങളെ ഷിയകൾക്കെതിരെ ബോധവൽക്കരിക്കുമ്പോൾ അവരുടെ ന്യൂനതകളായി പറയുന്ന കാര്യങ്ങൾ കേവലം ആരോപണങ്ങളാണോ, അതല്ല അവരുടെ ഗ്രന്ഥങ്ങളിൽ തന്നെ നമുക്കത് കാണാൻ കഴിയുമോ?
വളരെ വിശാലമായി ചർച്ച ചെയ്യേണ്ട വിഷയങ്ങളാണെങ്കിലും അതിലേറ്റവും പ്രധാനപ്പെട്ട ചില കാര്യങ്ങളാണ് ഇനി വ്യതിയാന കക്ഷികളെ സംബന്ധിച്ചുള്ള നമ്മുടെ രണ്ടാമത്തെ ഘട്ടം ചർച്ചയിൽ കൊണ്ടുവരാൻ ഞാൻ ആഗ്രഹിക്കുന്നത്. ആദ്യമായി പറയാനുള്ളത്, ഷിയകളും സുന്നികളും തമ്മിലുള്ള ഒന്നാമത്തെ വ്യത്യാസം പ്രമാണങ്ങളിലാണ്. അഹ്ലുസുന്നയുടെ പ്രമാണം എന്താണ്? തറക്തു ഫീക്കും അംറൈൻ, രണ്ടു കാര്യങ്ങൾ ഞാനിതാ നിങ്ങളിൽ വിട്ടേച്ചു പോകുന്നു. ഒരിക്കലും ആ രണ്ട് കാര്യങ്ങൾ മുറുകെ പിടിക്കുന്ന കാര്യത്തോളം ലൻ തദില്ലൂ മാ തമസ്സക്തും ബിഹിമാ, നിങ്ങൾ ഒരിക്കലും വഴിതെറ്റിപ്പോവുകയില്ല. ഏതാണ് ആ കാര്യം? കിതാബുല്ലാഹ്, ഒന്ന് അല്ലാഹുവിന്റെ കിതാബാണ്, രണ്ടാമത്തേത് വസുന്നത്തി, എന്റെ സുന്നത്താണ്. അപ്പം അല്ലാഹുവിന്റെ ഖുർആനും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചര്യയും സ്വഹീഹായ ഹദീസുകൾ. എവിടെ നിന്നാണ് നമുക്ക് സ്വഹീഹായ ഹദീസുകൾ ലഭിക്കുക? സ്വഹാഹുകളിൽ നിന്ന്, സുനനുകളിൽ നിന്ന്, മുസ്നദുകളിൽ നിന്ന്. എന്ന് പറഞ്ഞാൽ സ്വഹീഹുൽ ബുഖാരി, സ്വഹീഹ് മുസ്ലിം, സ്വഹീഹ് ഇബ്നു ഹിബ്ബാൻ, സ്വഹീഹ് ഇബ്നു ഖുസൈമ, ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള സ്വഹീഹുകൾ. അതേ പ്രകാരം തന്നെ സുനനുകൾ, സുനനു അബീ ദാവൂദ്, സുനനു നസായി, സുനനു തിർമുദി, ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള സുനനുകൾ. അതേപോലെ മുസ്നദ് അഹ്മദ്, മുസ്നദ് അബീ യഅല, എന്ന് തുടങ്ങിയിട്ടുള്ള മുസ്നദുകൾ. അതേപോലെ മുസന്നഫ് അബ്ദുർ റസാഖ്, മുഅ്ജമുൽ കബീർ തബറാനിയുടെ ഗ്രന്ഥങ്ങൾ, ഇമാം ബൈഹഖിയുടെ കിതാബുകൾ, ഇമാം ഹാക്കിമിന്റെ മുസ്തദ്റക് പോലുള്ള ഗ്രന്ഥങ്ങൾ. ഇങ്ങനെയുള്ള നിരവധി ഹദീസ് ഗ്രന്ഥങ്ങളിലൂടെ, അതിൽ സ്വഹീഹായി സ്ഥിരപ്പെട്ട ഹദീസുകളിലൂടെയാണ് ഇസ്ലാമിന്റെ ആദർശം എന്താണ്, ഇസ്ലാമിന്റെ ഇബാദത്തുകൾ എങ്ങനെയാണ്, ഇസ്ലാമിന്റെ നിയമങ്ങൾ എന്താണ്, ഇസ്ലാമിന്റെ സംസ്കാരം എന്താണ്, ഒരു മുസ്ലിം എങ്ങനെയാണ് ജീവിക്കേണ്ടത്, ഇതൊക്കെ നമ്മൾ പഠിക്കുന്നത് സ്വഹീഹായ ഹദീസ് ഗ്രന്ഥങ്ങളിലൂടെയാണ്. ഷിയാക്കളെ സംബന്ധിച്ചിടത്തോളം ഇത് രണ്ടുമില്ല. ഷിയാക്കളെ സംബന്ധിച്ചിടത്തോളം ഇത് രണ്ടുമില്ല. ഷിയാക്കളുടെ ഖുർആൻ നമ്മുടെ ഖുർആൻ അല്ല. ഷിയാക്കളുടെയും സുന്നികളുടെയും ഖുർആൻ ഒന്നാണ് എന്ന് പറയുന്നവർ ഇവിടെ ഇഖ്വാനുൽ മുസ്ലിമീന്റെ വക്താക്കളാണ്. ഇവിടെ ജമാഅത്തെ ഇസ്ലാമിയുടെ അമീറായി സേവനം ചെയ്തുകൊണ്ടിരുന്ന ഒരു വ്യക്തി, അദ്ദേഹം പറഞ്ഞു, ഷിയാക്കളുടെയും നമ്മുടെയും ഖുർആൻ ഒന്ന് തന്നെയാണ്, അത് രണ്ടാണ് എന്ന് പറയുന്നവർക്ക് അമേരിക്കയുടെ അരമനയിൽ നിന്നാണ് വെളിപാട് വരുന്നത് എന്നൊരു ആരോപണം ഇന്നും ജീവിച്ചിരിപ്പുള്ള അവരുടെ വലിയൊരു പണ്ഡിതൻ പറഞ്ഞു. അദ്ദേഹത്തിന്റെ നാട്ടിൽ ഞങ്ങൾ ചെറുപ്പക്കാരായ കുറച്ച് ആളുകൾ പോയി വലിയൊരു വേദി സംഘടിപ്പിച്ചു. അവിടെ ഞങ്ങൾ ഷിയാക്കളുടെ അടിസ്ഥാന ഗ്രന്ഥങ്ങൾ ഉയർത്തിക്കാണിച്ചുകൊണ്ട് അഹ്ലുസുന്നയുടെ ഖുർആൻ ഷിയാക്കൾ അംഗീകരിക്കുന്നില്ല, അവർ മറ്റൊരു ഖുർആനിലാണ് വിശ്വസിക്കുന്നത് എന്ന് വളരെ കൃത്യമായി നമ്മൾ ബോധ്യപ്പെടുത്തി കൊടുത്തു. പിന്നെ ഇന്ന് വരെ മിണ്ടാട്ടമില്ല. ഇത് ഞാൻ കേവലം വെറുതെ പറയുന്ന ഒരു വിഷയമല്ല. ഷിയകളെ മനസ്സിലാക്കേണ്ടത് അവരുടെ ഗ്രന്ഥങ്ങളിൽ നിന്ന് തന്നെയാണ്, അവരുടെ പണ്ഡിതന്മാരിൽ തന്നെയാണ്. വളരെ സജീവമായി എല്ലാ ഭാഷകളിലും, ഇറാൻ ആണ് അവരുടെ പേർഷ്യനാണ് അവരുടെ അടിസ്ഥാന ഭാഷയായി, പാഴ്സിയാണ് അവർ സ്വീകരിക്കുന്നത് എങ്കിലും അറബിയിലും ഇംഗ്ലീഷിലും മറ്റ് ലോകഭാഷകളിലുമൊക്കെ ഷിയഈ പണ്ഡിതന്മാർ അവരുടെ ആശയങ്ങൾ പരസ്യമായി പ്രഖ്യാപിക്കുന്നതും സംസാരിക്കുന്നതും കാണാനും മനസ്സിലാക്കാനും നമുക്ക് അവസരമുണ്ട്. അതുകൊണ്ട് ഞാൻ പറയുന്ന ഓരോ കാര്യവും 100% അച്ചട്ടായ വിഷയങ്ങളാകുന്നു എന്ന് കൃത്യമായി ബോധ്യപ്പെടും. ആരോപണങ്ങൾ പറയേണ്ട ആവശ്യമില്ല. ഷിയകളെ പറ്റി പഠിക്കാത്തവരാണ് അങ്ങനെ മനസ്സിലാക്കുന്നത്. അഹ്ലു ഷിയത്തിനോടുള്ള അടുപ്പം കേരളക്കരയിൽ ഏതാനും വർഷങ്ങളായിട്ടേ ഉള്ളൂ ഷിയാക്കൾ വേരുപിടിക്കാൻ തുടങ്ങിയിട്ട്. കേരളത്തിൽ ഷിയാക്കൾക്ക് പള്ളികൾ ഉണ്ടായിരുന്നില്ല, ഷിയാക്കൾക്ക് കേന്ദ്രങ്ങൾ ഉണ്ടായിരുന്നില്ല. ഇവിടെ ഇഖ്വാനി ടീമുകളിൽപ്പെട്ട ചില ആളുകൾ ചില രാഷ്ട്രീയ മതരാഷ്ട്ര പ്രവർത്തനങ്ങൾക്ക് വേണ്ടി ഖുമൈനി സെന്ററുകൾ എന്ന് പറയുന്ന ചില ഖുമൈനി സെന്ററുകൾ, നിരോധിക്കപ്പെട്ട സിമി പോലുള്ള സംഘടനകളുടെ വക്താക്കൾ ചിലയിടത്ത് പൊക്കിയിരുന്നു എന്നല്ലാതെ അവർക്ക് പ്രബോധനം നടത്താൻ വ്യക്തമായ സാഹചര്യം കേരളത്തിൽ ഉണ്ടായിരുന്നില്ല. കാരണം ഒരു പരിധിവരെ ഇവിടെയുള്ള ആളുകൾ ഷിയാക്കളെ അങ്ങേയറ്റം തള്ളിക്കളഞ്ഞിരുന്നു. ഷിയാക്കളുടെ വിശ്വാസം പേറുന്ന ഇവിടെയുള്ള പുരോഹിത വർഗം പോലും ഷിയാക്കളെ പ്രത്യക്ഷമായി ഇവിടെ സ്വീകരിച്ചിരുന്നില്ല. എന്നാൽ ഇപ്പോഴതല്ല കഥ. എറണാകുളം തുടങ്ങി കേരളത്തിന്റെ പല സ്ഥലങ്ങളിലും ഷിയാക്കൾ ഷിയഈ പള്ളികൾ സ്ഥാപിച്ചു. കർബലായിൽ നിന്ന് കൊണ്ടുവന്ന അവിടുത്തെ മണ്ണ് ചുട്ടെടുത്തുണ്ടാക്കിയ കല്ലുകൾ അത് താഴെ വെക്കുകയും ഹുസൈൻ റളിയല്ലാഹു രക്തസാക്ഷിത്വം മുഹമ്മദ് നബിയേക്കാൾ അവർക്ക് വലുത് അലിയും ഹുസൈനുമാണ്. യാ അലി യാ ഹുസൈൻ, യാ ഹസൻ യാ ഫാത്തിമ എന്നിങ്ങനെ അലി കുടുംബത്തെ വിളിച്ച് പ്രാർത്ഥിക്കുന്ന, റബ്ബിന് മാത്രം നൽകേണ്ട ദുആ സൃഷ്ടികൾക്ക് നൽകുന്ന ഒരു വിഭാഗമാണ് ഷിയകൾ എന്ന് മനസ്സിലാക്കുക. അവർ സുജൂദ് ചെയ്യുന്നത് ഈ കർബലയിലെ കല്ലിന്റെ മുകളിലാണ്. ചെറിയ വട്ടത്തിലുള്ള ഒരു കല്ല് കൊണ്ടുവരും. എന്താ കല്ലിന്റെ പ്രത്യേകത? ബറക്കത്ത് കിട്ടാൻ കല്ലിനെ ആരാധിക്കുന്നവരാണവർ. ഹുസൈൻ റളിയല്ലാഹു അൻഹുവിന്റെ രക്തസാക്ഷിത്വ സമയത്ത് അദ്ദേഹത്തിന്റെ രക്തം ചിന്തി എന്ന് അവർ വിശ്വസിക്കുന്ന കർബലായിലെ മണ്ണിൽ നിന്ന്
ആ മണ്ണിൽ നിന്നുണ്ടാക്കിയ കല്ലിന്റെ മുകളിൽ സുജൂദ് ചെയ്യുമ്പോൾ അള്ളാഹുവിനല്ല അവർ സുജൂദ് ചെയ്യുന്നത്, അള്ളാഹുവിന്റെ പ്രതിപുരുഷനായ ഇമാം ഹുസൈനിനാണ് അവർ സുജൂദ് ചെയ്യുന്നത്. അങ്ങനെ അള്ളാഹുവിന് വേണ്ടിയുള്ള നിസ്കാരം പോലും സൃഷ്ടികൾക്ക് വേണ്ടിയാക്കി മാറ്റുന്ന പിഴച്ച ശിർക്കൻ വിശ്വാസത്തിന്റെ വിഭാഗമാണ് അഹ്ലു ശിയ എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. ഇത് ഓരോന്നായി നമുക്ക് ഓരോന്നോരോന്നായി തന്നെ വ്യക്തമായി നമുക്ക് ചർച്ചക്കെടുക്കാം, ഓരോ വിഷയങ്ങളും. ഒന്നാമതായി ഞാൻ പറഞ്ഞു, അവരെ സംബന്ധിച്ചിടത്തോളം ഖുർആൻ അവർ അംഗീകരിക്കുന്നില്ല. ഖുർആൻ അവർ അംഗീകരിക്കുന്നില്ല എന്ന് പറയാൻ കാരണം, അവരുടെ അരികിൽ സ്വീകരിക്കപ്പെടുന്ന ഹദീസ് ഗ്രന്ഥങ്ങൾ പരിശോധിക്കുക. അഹ്ലുസുന്നയുടെ ഒരൊറ്റ ഹദീസ് ഗ്രന്ഥവും ഷിയാക്കൾ അംഗീകരിക്കുകയില്ല. ബുഖാരി അവർക്കില്ല, മുസ്ലിം അവർക്കില്ല. ഞാൻ നേരത്തെ പറഞ്ഞ സുനനുകളോ മസാനീദോ അതേപോലെ തന്നെ സ്വഹാഹുകളോ ഇതൊന്നും അവർ അംഗീകരിക്കുന്നില്ല. കാരണം അതെല്ലാം സ്വഹാബികളിൽ നിന്നുള്ള റിപ്പോർട്ടാണ്. സ്വഹാബികൾ കാഫറാണ്, മുർത്തദ്ദുകളാണ് എന്ന് വിശ്വസിക്കുന്ന ശിയകളെ സംബന്ധിച്ചിടത്തോളം സ്വഹാബികൾ നബിയിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹദീസും അവർ സ്വീകരിക്കുകയില്ല. അവരെ സംബന്ധിച്ചിടത്തോളം 4 നൂറ്റാണ്ട് കഴിഞ്ഞ് അലി റളിയല്ലാഹു അൻഹുവിന്റെ പ്രപൗത്രനായിട്ടുള്ള ഇമാം റിള, അതേപോലെ അദ്ദേഹവും അതേപോലെ മറ്റു പല ഇമാമുകളും, അപൂർവമായി അലി റളിയല്ലാഹു അൻഹുവും വളരെ അപൂർവമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും പറഞ്ഞു എന്ന് പറയുന്ന ഇവരിലേക്ക് ചേർക്കപ്പെടുന്ന പിൽക്കാലത്ത് ശിഈ പുരോഹിതന്മാർ കെട്ടിയുണ്ടാക്കിയ ഒരുപാട് കള്ള റിപ്പോർട്ടുകളാണ് യഥാർത്ഥത്തിൽ ഷീഇകളുടെ ഹദീസ്. ഷിയാക്കളെ കുറിച്ച് നിങ്ങൾക്ക് പഠിക്കാൻ കേരളത്തിലും അടുത്ത അവസരം കിട്ടി തുടങ്ങിയെന്നാണ് പറഞ്ഞത്. കേരളത്തിൽ ജീവിച്ചിരിക്കുന്ന ഷിയാക്കളുടെ പണ്ഡിതന്മാരിൽ ഒരാളുമായി നേരിട്ട് ഏതാനും ദിവസങ്ങൾ സംസാരിക്കാനുള്ള അവസരം എനിക്കും ലഭിച്ചിട്ടുണ്ട്. അപ്പൊ അവരും ഇതൊന്നും നിഷേധിക്കുന്നില്ല. ഇതൊക്കെ ഞാൻ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ അവർ അംഗീകരിക്കുന്നു, കൃത്യമായി അവർ വിശദീകരിക്കുന്നു. ഞാൻ പറഞ്ഞു വരുന്നതിന്റെ ചുരുക്കം, ആ ശിഈ പണ്ഡിതന്മാർ പറയുന്നത് സ്വഹാബികൾ ഒന്നടങ്കം കാഫറുകളും മുർത്തദ്ദുകളുമാണ്, അലി കുടുംബമൊഴികെ 2-3 സ്വഹാബികളെ മാത്രമേ ഷിയാക്കൾ അംഗീകരിക്കൂ. 4 ഖലീഫമാരിൽ 3 ഖലീഫമാരും കാഫറുകൾ മാത്രമല്ല മുർത്തദ്ദുകളുമാണ് എന്ന് വിശ്വസിക്കുകയും ഓരോ സുബ്ഹ് നിസ്കാരം കഴിഞ്ഞാലും അബൂബക്കർ റളിയല്ലാഹു അൻഹുവിനെതിരെ, ഹഫ്സാ ബീവിക്കെതിരെ, ആയിഷ റളിയല്ലാഹു അൻഹാക്കെതിരെ നിരന്തരമായി ശാപപ്രാർത്ഥന നടത്തുന്നു ഖുബൈനി അടക്കമുള്ള തെമ്മാടികളായ ശിഈകൾ എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. ഇന്നും തുടരുന്നു. ഹാംനൈ അടക്കമുള്ളവർ നിസ്കാരം കഴിഞ്ഞ് തിരിഞ്ഞാൽ അല്ലാഹുമ്മൽ അൻസനമൈ ഖുറൈശ്, ഖുറൈശിലെ 2 വിഗ്രഹങ്ങളെയും അല്ലാഹുവേ നീ ശപിക്കണമേ എന്ന് അബൂബക്കർ റളിയല്ലാഹു അൻഹുവിനെയും ഉമർ റളിയല്ലാഹു അൻഹുവിനെയും ശപിച്ചുകൊണ്ട് പ്രാർത്ഥന നടത്തുന്ന വിഭാഗമാണ് ഷിഈകൾ. ഷിയാക്കളോട് ചില അനുഭാവം തോന്നും അവർ ഇസ്രായേലിനെ ആക്രമിക്കുന്നത് കാണുമ്പോൾ. ഇസ്രായേലിനോട് നമുക്കൊരനുഭാവവുമില്ല. ഇസ്രായേൽ യഹൂദികളാണ്. എന്നാൽ ഇറാനികളോ യഹൂദിയായ ഇബ്നു സബ നിർമ്മിച്ച ഇസ്ലാമിനെ പൊളിക്കാൻ വേണ്ടി ഇസ്ലാമിന്റെ ഉള്ളിൽ നിന്ന് പ്രയത്നിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വിഭാഗമാണ്. പുറത്തുള്ള ഒരു ശത്രുവിനെ നമുക്ക് നേരിടുക സൗകര്യമാണ്, ഉള്ളിൽ നിന്നുള്ള ശത്രുവിനെ നേരിടാനാണ് പലപ്പോഴും പ്രയാസമുണ്ടാവുക. അതുകൊണ്ട് തന്നെ പല കാര്യങ്ങളിലും പല വിഷയങ്ങളിലും യഹൂദികളെക്കാൾ അധപ്പതിച്ചവരാണ് ഷിഈകളെന്ന് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ പറഞ്ഞു, വഫുളിലത്തിൽ യഹൂദു വന്നസാറ, ഞാൻ നേരത്തെ പറഞ്ഞ പുസ്തകം മിൻഹാജുസ് സുന്ന അന്നബവിയ്യ, അതിന്റെ 1-ാം വാള്യം 27-ാമത്തെ പേജിൽ അദ്ദേഹം പറഞ്ഞു, യഹൂദ നസാറാക്കൾ കുറച്ചുകൂടി കൊള്ളാവുന്നവരാണ്. അലർ റാഫിദ, ഖുമൈനിയും ഖാംനഈയും ഉൾക്കൊള്ളുന്ന റാഫിദി ഷിയാക്കളെക്കാളും കുറെ കൂടി കൊള്ളാവുന്ന ഒരു സംഘമാണ് യഹൂദികൾ. ഇത് യഹൂദികളെ പ്രശംസിച്ചതല്ല, യഹൂദികളെ അങ്ങേയറ്റം തുറന്നു കാണിക്കുകയും അവർക്കെതിരെ ആയുധമെടുത്ത് പോരാടുകയും അതിന് പ്രേരിപ്പിക്കുകയും ചെയ്ത ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ അദ്ദേഹം പറയുന്നു, യഹൂദികൾ റാഫിദിയേക്കാൾ കുറച്ചുകൂടി കൊള്ളാം ബി ഖസ്ലത്തൈനി, 2 കാരണം കൊണ്ട്. എന്താണെന്നറിയാമോ? സുഇലത്തിൽ യഹൂദു മൻ ഖൈറു അഹ്ലി മില്ലത്തിക്കും, നമ്മൾ യഹൂദികളോട് ചോദിക്കുക, നിങ്ങളുടെ ഉമ്മത്തിലെ ഏറ്റവും നല്ലവരാരാണ്? ഖാലു, യഹൂദികൾ പറയും, ഞങ്ങളുടെ ഉമ്മത്തിൽ ഇസ്രായേലികളിൽ ഏറ്റവും നല്ലവർ അസ്ഹാബ് മൂസ, മൂസാ നബിയുടെ അനുയായികളാണെന്ന് പറയും. യഹൂദികളുടെ റസൂലുമാരിൽ ഒരാളായ മൂസാ റസൂലുള്ളാഹി അലൈഹിസലാം, അദ്ദേഹത്തിന്റെ അസ്ഹാബ് മൂസാ നബിയുടെ സ്വഹാബികൾ, അവരാണ് മൂസാ നബിയുടെ അനുയായികളാണ് ഞങ്ങളുടെ ഉമ്മത്തിലെ ഏറ്റവും നല്ലവരെന്ന് ആര് പറയും? യഹൂദികൾ പറയും, ഇസ്രായേലികൾ പറയും. ഏതുപോലെ അഹ്ലുസുന്നയുടെ ആളുകളോടും നിങ്ങളുടെ ഉമ്മത്തിലെ ഏറ്റവും മികച്ചവർ അഫ്ളലായ ആളുകൾ ആരാണെന്ന് ചോദിച്ചാൽ നമ്മൾ എന്താ പറയാ? സ്വഹാബികളാണെന്ന് പറയും. ഉത്തമ തലമുറ ഏതാ? സ്വഹാബികളുടെ തലമുറ. അത് കഴിഞ്ഞാൽ താബികൾ, അത് കഴിഞ്ഞാൽ തബഉ താബികൾ എന്ന് നമ്മൾ പറയും. യഹൂദികളും അങ്ങനെ തന്നെയാണ്. ക്രിസ്ത്യാനികളോട് ചോദിക്കുന്നു, വസുഇലത്തിൻ നസ്വാറ മിൻ ഖൈരി അഹ്ലി മില്ലത്തിക്കും, നിങ്ങളുടെ മില്ലത്തിലെ ഉത്തമരാരാണ് എന്ന് നസറാക്കളോട് ചോദിച്ചാൽ ഖാലു, അവർ പറയും ഹവാരിയു ഈസ, ഹവാരികളാണ്, ഈസാ നബിയുടെ കൂടെ തന്നെ ഉണ്ടായിരുന്ന അദ്ദേഹത്തിന്റെ സ്വഹാബികളാണ്. എന്നാൽ ഇതേ ചോദ്യം
നമ്മൾ ഷീഇകളോട് ചോദിക്കുക, വസുഇലത്തി റാഫിള, ഷിയാക്കളോട് ചോദിക്കപ്പെട്ടു, മിൻ ശർരി അഹ്ലി ഉമ്മത്തിക്കും, നിങ്ങളുടെ ഉമ്മത്തിലെ ഏറ്റവും വൃത്തികെട്ടവരാരാണെന്ന് ചോദിച്ചാൽ അവർ പറയും അസ്ഹാബു മുഹമ്മദ്, അബൂബക്കറും ഉമറും അടക്കമുള്ള സ്വഹാബികളാണ്. അപ്പൊ ഏറ്റവും നല്ല അനുയായികൾ ആരാണെന്ന് വെച്ചാൽ മുഹമ്മദ് നബിയുടെ അനുയായികളെന്ന് ഷിയാക്കൾ പറയില്ല. കാരണം ഷിയാക്കൾ വിശ്വസിക്കുന്നത് അലിയാണ് ഖലീഫയാകേണ്ടത്, കുറച്ചുകൂടി അതിർ കടന്ന് അലി തന്നെയാണ് നബിയാകേണ്ടത്. അലി റളിയല്ലാഹു അൻഹുവിന് വഹിയുമായി വന്ന ജിബ്രീലിന് ആളുമാറിയിട്ടാണ് യാതൊരു അക്ഷരജ്ഞാനവുമില്ലാത്ത മുഹമ്മദ് നബിക്ക് വഹി കൊടുത്തത് എന്ന് വിശ്വസിക്കുന്ന ഷിയാക്കളുണ്ട്. അലി റളിയല്ലാഹുവിന് ഗൈബ് അറിയാമെന്ന് വിശ്വസിക്കുന്ന ഷിയാക്കളുണ്ട്. അലി ഇലാഹ് തന്നെയാണ്. ഈസാ നബിയെ സംബന്ധിച്ച് ക്രിസ്ത്യാനികൾ വിശ്വസിക്കുന്നത് പോലെ അള്ളാഹുവിന്റെ പുത്രനാണെന്നും അള്ളാഹുവിന്റെ അംശമുള്ളയാളാണ് അലി എന്നും വിശ്വസിക്കുന്ന ഷിയാക്കളുണ്ട്. ഇൻഷാ അല്ലാഹ് അതിന്റെ തെളിവുകളാണ് നമ്മൾ ഇനി കാണാൻ പോകുന്നത്. വസുഇലത്തി റാഫിള മിൻ ശരി അഹ്ലി മില്ലത്തിക്കും, മുഹമ്മദ് നബിയുടെ അനുയായികൾ എന്ന് ഷിയാക്കൾ ഉത്തരം പറയണമെങ്കിൽ നിങ്ങളുടെ ഉമ്മത്തിലെ ഏറ്റവും നല്ലവരാരാണ് എന്നല്ല ചോദിക്കേണ്ടത്. പിന്നെന്താ ചോദിക്കേണ്ടത്? നിങ്ങളുടെ ഉമ്മത്തിലെ ഏറ്റവും വൃത്തികെട്ടവരാരാണെന്ന് ചോദിച്ചാൽ അവർ പറയും സ്വഹാബികൾ, നബിയുടെ പത്നിമാർ എന്നൊക്കെ അവർ പറയും. മനസ്സിലായില്ലേ? ഒന്ന്. രണ്ടാമതായിട്ട് അമറൂ ബിൽ ഇസ്തിഗ്ഫാരി ലഹും ഫസബ്ബൂഹും, യഥാർത്ഥത്തിൽ നമ്മെ സംബന്ധിച്ചിടത്തോളം മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം സ്വഹാബികളെ ആക്ഷേപിക്കുക എന്നുള്ളത് ഏറ്റവും ഗുരുതരമായ ഒരു തിന്മയായി പഠിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. ഖിയാമത്ത് നാൾ വരെ സ്വഹാബികളെ ആക്ഷേപിക്കപ്പെടുന്നവർ ശപിക്കപ്പെട്ടവരാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ കാര്യം കൃത്യമായി നമ്മളെ പഠിപ്പിച്ചു. ആരാണോ അള്ളാഹുവിന്റെ സ്വഹാബികളെ ആക്ഷേപിക്കുന്നത്, അവർ ചെയ്ത നന്മയുടെ, അവർ ചെയ്ത സ്വദഖയുടെ ഒരംശം പോലും നിങ്ങൾക്കില്ല. ലാ തസുബ്ബു സ്വഹാബി, എന്റെ സ്വഹാബികളെ നിങ്ങൾ ചീത്ത വിളിക്കാൻ പാടില്ല, അവരെ നിങ്ങൾ കുറ്റം പറയാൻ പാടില്ല. കാരണം എന്താ? വലൗ അൻഫഖ്തും മിസ്ല ഉഹുദിൻ ദഹബ മാ ബലഗ മുദ്ദ അഹദിഹിം വലാ നസീഫഹു, നിങ്ങൾ ഒരു ഉഹുദ് മലയോളം സ്വർണം സദഖ കൊടുത്താലും സ്വഹാബികൾ ഒരു മുദ്ദോ അരമുദ്ദോ സദഖ കൊടുത്ത അത്ര പോലും എത്തുകയില്ല. അതുകൊണ്ട് സ്വഹാബികളെ നിങ്ങൾ ഒരിക്കലും ചീത്ത വിളിക്കാൻ പാടില്ല. മൻ സബ്ബാ സ്വഹാബി, ആരാണോ എന്റെ സ്വഹാബികളെ ചീത്ത വിളിക്കുന്നത്, ഫഅലൈഹി ലഅനത്തുല്ലാഹ് വൽ മലായികത്തി വന്നാസി അജ്മഈൻ, അല്ലാഹുവിന്റെ ശാപം അവനിലാണുള്ളത്. അതേപോലെ തന്നെ മലക്കുകൾ അവനെയാണ് ശപിക്കുക. ലോകത്തുള്ള എല്ലാ സത്യവിശ്വാസികളും ശപിക്കുന്നത് സ്വഹാബികളെ ചീത്ത വിളിക്കുന്ന ആളുകളെയാണ്. ഇസ്ലാമിന്റെ അടിസ്ഥാന തത്വം അതാണ്. സ്വഹാബികളുടെ വിശ്വാസമാണ് ഇസ്ലാമിന്റെ വിശ്വാസം. സൂറത്തുൽ ബഖറയിലെ 137-ാമത്തെ ആയത്തിൽ കാണാം, ഫൈൻ ആമനൂ ബിമിസ്ലി മാ ആമൻതും ബിഹി ഫഖദ് ഇഹ്തദൗ, നിങ്ങൾ വിശ്വസിച്ചതുപോലെ മറ്റുള്ളവരും വിശ്വസിച്ചാൽ അവർ ഹിദായത്തിലായി. വൈൻ തവല്ലൗ ഫഇന്നമാ ഹും ഫീ ശിഖാഖ്, സ്വഹാബികളിൽ നിന്ന് നിങ്ങൾ പിന്തിരിഞ്ഞാൽ, അവരുടെ വിശ്വാസത്തിൽ നിന്ന് നിങ്ങൾ പിന്മാറിയാൽ നിങ്ങൾ കക്ഷിത്വത്തിലായി. എന്തുകൊണ്ടാണ് ഇന്ന് മുസ്ലിം ഉമ്മത്ത് പല കക്ഷികളും ഗ്രൂപ്പുകളും സംഘടനകളും പ്രസ്ഥാനങ്ങളുമായി വിഭജിച്ചത് എന്നറിയാമോ? അവർ സ്വഹാബികളിൽ നിന്ന് അകന്നതുകൊണ്ടാണ്. സ്വഹാബികളുടെ വിശ്വാസം പഠിക്കണം, സലഫിന്റെ വിശ്വാസം പഠിക്കണം. അങ്ങോട്ട് വരുന്ന ആളുകൾക്ക് കക്ഷികളാകാൻ കഴിയില്ല. അതുകൊണ്ട് സ്വഹാബികളെ ചീത്ത വിളിക്കുന്നവരെ ഇസ്ലാം ശപിച്ചിട്ടുണ്ട്, അള്ളാഹു ശപിച്ചിട്ടുണ്ട്. മലക്കുകളും സത്യവിശ്വാസികളും, അതായത് അമ്പിയാക്കൾ ഉൾപ്പെടെയുള്ളവർ അവരെ ശപിക്കുന്നവരാണ് എന്ന് കൃത്യമായി നമുക്ക് ബോധ്യപ്പെടാൻ സാധിക്കും. സ്വഹാബി കാനന്നാസു അഹ്ലു റിദ്ദത്തിൻ ബഅദ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇല്ലാ സലാസ, ഷിയാക്കളുടെ പ്രസിദ്ധമായ ഒരു തഫ്സീറാണ് തഫ്സീറുൽ അയ്യാശി. ആ തഫ്സീറിൽ നമുക്ക് കാണാം, നബിയുടെ കാലശേഷം 3 പേരൊഴികെ മറ്റെല്ലാവരും മുർത്തദ്ദുകളായി പോയി. ഫഖുൽതു, അപ്പൊ അബൂ ജാഫറിനോട് അദ്ദേഹത്തിന്റെ ശിഷ്യൻ ചോദിച്ചു, വമനി സലാസ, ആ രക്ഷപ്പെട്ട 3 ആളുകൾ ആരൊക്കെയാണ്? ഖാല, അദ്ദേഹം പറഞ്ഞു കൊടുത്തു പോലും, അൽ മിഖ്ദാദ് വ അബൂദർ വ സൽമാനുൽ ഫാരിസി. മിഖ്ദാദ് റളിയല്ലാഹു അൻഹു, അബൂദർ അൽ ഗിഫാരി റളിയല്ലാഹു അൻഹു, സൽമാനുൽ ഫാരിസി റളിയല്ലാഹു അൻഹു. ചരിത്രം പരിശോധിച്ചാൽ 3 ഘട്ടങ്ങളിൽ അലി റളിയല്ലാഹു അൻഹുവിന്റെ കൂടെ നിന്ന ആളുകളാണ്. അലി റളിയല്ലാഹുവിന്റെ കൂടെ എല്ലാ സ്വഹാബികളും ഉണ്ടായിട്ടുണ്ട്. ഇവർ 3 ആൾ മാത്രമല്ല. പക്ഷെ ഇവരുടെ 3 ആളുടെ കാര്യത്തിൽ പ്രത്യേകമായി ചില സംഭവങ്ങൾ ഷിയാക്കൾ എടുത്തു പറയുകയും, ഈ 3 സ്വഹാബികൾ ഒഴികെ മിഖ്ദാദ് ബിൻ അസ്വദ് റളിയല്ലാഹു അൻഹു, സൽമാനുൽ ഫാരിസി റളിയല്ലാഹു അൻഹു, അബൂദർ അൽ ഗിഫാരി റളിയല്ലാഹു അൻഹു, ഈ 3 സ്വഹാബികളും അലി കുടുംബവും, അതായത് അലി റളിയല്ലാഹു അൻഹു, ഫാത്തിമ റളിയല്ലാഹു അൻഹു അവരുടെ മക്കൾ, ഹസൻ ഹുസൈൻ റളിയല്ലാഹു അൻഹുമ അവരുടെ പേരമക്കൾ, ഇവരൊഴികെ മറ്റെല്ലാ സ്വഹാബികളും കാഫിറുകളാണ് എന്ന് അവരുടെ തഫ്സീറിൽ ഇന്നും നമുക്ക് വായിക്കാൻ കിട്ടുന്ന തഫ്സീറുകളിൽ തഫ്സീറുൽ അയ്യാശിയിൽ നമുക്ക് കാണാൻ സാധിക്കും. ഷിയയായ മുർത്തള മുഹമ്മദുൽ ഹുസൈനി അൻ-നജ്ഫി, അയാള് അസ്സബഅതു മിനസ് സലഫ് എന്ന കൃതിയിൽ പറയുന്നു, ഇന്ന റസൂല ഇബ്തലാ ബി അസ്ഹാബിൻ, റസൂൽ തന്റെ സ്വഹാബികളെ പരീക്ഷിച്ചു, ഖദിർ തദ്ദു മിൻ ബഅദി അനിദ്ദീൻ,
മുഹമ്മദ് നബിയുടെ പരീക്ഷണത്തിനു ശേഷം മുഹമ്മദ് നബിയുടെ അനുയായികൾ മുഴുവൻ മുർത്തദ്ദായി പോയി, ഇല്ലൽ ഖലീൽ, ഒരു ന്യൂനപക്ഷം ഒഴികെ, കുറഞ്ഞ ആളുകൾ ഒഴിച്ച് ബാക്കി എല്ലാ സ്വഹാബികളും കാഫറായി പോയി എന്നാണ് അവരുടെ വിശ്വാസം. ഇത് വിശ്വസിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം, സ്വഹാബികൾക്കെതിരെ നിരന്തരമായി ശാപപ്രാർത്ഥന നടത്തുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം സ്വഹാബികൾ ഉദ്ധരിച്ച ഹദീസ് അവർക്ക് സ്വീകരിക്കാൻ സാധിക്കുമോ? സ്വീകരിക്കാൻ സാധ്യമല്ല. അതുകൊണ്ട് അവരെന്ത് ചെയ്തു? അവർ ആ ഹദീസുകൾക്ക് പകരം പുതിയ ഹദീസുകൾ ഉണ്ടാക്കി. അവർക്ക് 12 ഇമാമുണ്ട്. ഇൻഷാ അല്ലാഹ് വിഷയം ഞാൻ മറ്റൊരിക്കൽ വിശദീകരിക്കുന്നുണ്ട്. 12 ഇമാമുകളുള്ള വിശ്വാസം. അവസാനത്തെ ഇമാമിനെയാണ് അവർ മഹ്ദി എന്ന് വിളിക്കുന്നത്. മഹ്ദിയിൽ ഒരു യഥാർത്ഥ മഹ്ദിയുണ്ട്, ഷിയാക്കൾക്കൊരു വ്യാജ മഹ്ദിയുണ്ട്. ആ 2 മഹ്ദിയും തമ്മിലുള്ള വ്യത്യാസം ഇൻഷാ അല്ലാഹ് പ്രാമാണികമായി നമ്മൾ ചർച്ചക്കെടുക്കും. ഞാൻ പറഞ്ഞു വരുന്നത്, ആ 12ാമത്തെ ഇമാം ഇപ്പൊ ലോകത്ത് ഇതുവരെ വന്നിട്ടില്ല, ഇനി വരാനുണ്ട് എന്നാണ് വിശ്വസിക്കുന്നത്. അയാൾ വരുമ്പോൾ മാത്രമേ അയാളുടെ കയ്യിലാണ് യഥാർത്ഥ ഖുർആൻ ഉണ്ടാവുക. ആ ഖുർആനിൽ 17,000 ആയ, അതിൽ 17,000 ആയത്തുകളുണ്ട്. നഊദു ബില്ലാ, 6,200 ചില്ലാനം ആയത്ത് മാത്രമേ ഖുർആനിലുള്ളൂ. ഒരക്ഷരം ഖുർആനിൽ കൂടുതലുണ്ട് എന്നൊരുത്തൻ വിശ്വസിച്ചാൽ അവൻ കാഫറാണ്. ഖുർആനിൽ ഒരു ആയത്ത് കൂടുതലുണ്ട് എന്ന് വിശ്വസിച്ചാൽ അവൻ കാഫറാണ്. പക്ഷേ ഷിയാക്കൾ പറയുന്നത് ഖുർആനിൽ 11,000 ആയത്തുകൾ ഇനിയും ചേർക്കണം. ഇവിടെ അഹ്ലുസുന്ന ഓതുന്ന ഖുർആനിൽ 11,000 ആയത്തുകൾ മൂടിവെക്കപ്പെട്ടു. അള്ളാഹു പറഞ്ഞെന്താ? ഇന്നാ നഹ്നു നസ്സൽന ദിക്ർ വ ഇന്നാ ലഹു ലഹാഫിളൂൻ. നാമാണ് ഖുർആൻ ഇറക്കിയത്, നാം ഖുർആനെ സംരക്ഷിക്കും. അതുകൊണ്ട് ഖുർആൻ മൂടിവെക്കാനോ മറച്ചുവെക്കാനോ ലോകത്ത് ഖിയാമത്ത് നാൾ വരെ ആർക്കും സാധ്യമല്ല. എന്നിട്ടും ഷിയകൾ കളവായി പറയുന്നു ഖുർആനിൽ ഇനിയും ഒരുപാട് ആയത്തുകളുണ്ട്. ഒന്ന്. രണ്ടാമതായി ഖുർആനെ കുറിച്ച് അവർ വാദിക്കുന്നു, അൽ ഖുർആൻ മുഹറഫ്, ഖുർആൻ വ്യതിയാനം വന്ന ഗ്രന്ഥമാണ്. നഊദു ബില്ലാ, ഖുർആൻ വെല്ലുവിളിച്ചിട്ടുണ്ട്. ഖുർആനിൽ വ്യതിയാനം വരുത്താൻ സാധിക്കുമോ? ഖുർആൻ പോലൊന്ന് കൊണ്ടുവരാൻ കഴിയുമോ? ഖുർആനിൽ കൂട്ടിച്ചേർക്കാൻ കഴിയുമോ? ഖുർആനിൽ വെട്ടിക്കുറയ്ക്കാൻ കഴിയുമോ? വെല്ലുവിളിയോടെയാണ് ഖുർആൻ ആ വിഷയം അവതരിപ്പിച്ചിട്ടുള്ളത്. ജിന്നിനെയും ഇൻസിനെയും അല്ലാഹു അല്ലാതെ എല്ലാവരെയും നിങ്ങൾ വിളിച്ചോളൂ, അഖില സൃഷ്ടികളെയും നിങ്ങൾ വിളിച്ചോളൂ, എന്നിട്ട് നിങ്ങൾ പരിശ്രമിക്കൂ, എല്ലാ സഹായികളെയും കൂട്ടി ഇതുപോലെ ഒന്ന് കൊണ്ടുവരാൻ സാധിക്കുമോ? പറ്റുമെങ്കിൽ ഫഅ്തു ബി സൂറത്തിൻ മിൻ മിസ്ലി, നിങ്ങൾ ഇതുപോലെ ഒരു സൂറത്തെങ്കിലും കൊണ്ടുവാ എന്ന് ഖുർആൻ വെല്ലുവിളിച്ചു. ഒരു സൂറത്ത് എന്ന് പറഞ്ഞാൽ ഇന്ന അഅ്തൈനാക്കൽ കൗസർ ഫസല്ലി ലറബ്ബിക വൻഹർ ഇന്ന ശാനിക ഹുവൽ അബ്തർ, 3 ആയത്തുള്ള ഒരു സൂറത്താ. ഒരു 3 ആയത്തുകൾ കൊണ്ടുവരാൻ ലോകത്താർക്കും സാധ്യമല്ല. എത്ര വലിയ അറബ് ഭാഷാ വിശാരദനാണെങ്കിലും, എത്ര വലിയ സാഹിത്യകാരനാണെങ്കിലും ഖുർആൻ പോലെ ഒന്ന് കൊണ്ടുവരാൻ ഖിയാമത്ത് നാൾ വരെ ലോകത്താർക്കും സാധ്യമല്ല. അതിൽ കരവിരുതുകൾ നടത്താൻ സാധ്യമല്ല. കഴിഞ്ഞുപോയ ഗ്രന്ഥങ്ങൾ, പ്രവാചകന്മാർക്ക് അവതരിപ്പിക്കപ്പെട്ട ഗ്രന്ഥങ്ങൾ, അവരുടെ അനുയായികൾ പിൽക്കാലത്ത് കരവിരുതുകൾ വരുത്തി അവരതിൽ കൃത്രിമം കാണിച്ചു, കൂട്ടിച്ചേർത്തു. അത് പൗരോഹിത്യം അതിൽ ഒരുപാട് കാര്യങ്ങൾ എടുത്തൊഴിവാക്കി. ഇങ്ങനെയൊക്കെയാണ് കഴിഞ്ഞകാല ഗ്രന്ഥങ്ങൾ. ഖുർആൻ അതിൽ നിന്ന് സുരക്ഷിതമാണ്. എന്നിട്ടും അതുകൊണ്ട് തന്നെ ഖുർആനിനോട് മത്സരിക്കാൻ ശ്രമിച്ച യഹൂദികൾ, ക്രിസ്ത്യാനികൾ പലപ്പോഴും ഖുർആന്റെ വെല്ലുവിളി സ്വീകരിക്കാൻ അവർ പരിശ്രമിക്കും. ഇപ്പോഴും ക്രിസ്ത്യാനികളുടെ പ്രബോധനത്തിന്റെ ചില സൈറ്റുകളിൽ ഇടക്കിടക്ക് ഖുർആനിന്റെ ഈ വെല്ലുവിളി എടുത്തിട്ട് അവർ സ്വീകരിക്കും. എന്നിട്ട് അറബി ഭാഷയിൽ ചില കാര്യങ്ങൾ എടുക്കും. ഒരാഴ്ച കഴിഞ്ഞ് നമ്മൾ പോയാൽ അത് അവർ മായ്ച്ചിട്ട് വേറൊന്ന് കൊണ്ടുവരും. കാരണം അവർക്ക് തന്നെ തോന്നി ഇത് ഖുർആനെ പോലെ ആയിട്ടില്ല. ഇപ്പോഴും ഇന്നും ഖുർആനിന്റെ വെല്ലുവിളി സ്വീകരിക്കാൻ പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നവരാണ് യഹൂദികളും ക്രിസ്ത്യാനികളും. പരാജയപ്പെട്ടപ്പോൾ അവർ കണ്ട കുറുക്കു വഴിയാണ് ഖുർആൻ പോലൊന്ന് കൊണ്ടുവരാനുള്ള വെല്ലുവിളി സ്വീകരിക്കാൻ കഴിയാതിരുന്നപ്പോൾ ഈ യഹൂദികൾ കണ്ടെത്തിയ ഒരു കുറുക്കു വഴിയാണ് ഖുർആൻ തന്നെ ഇവിടെ ഇല്ല എന്ന് പ്രചരിപ്പിക്കുക. അതാണ് ഷിയാക്കളിലൂടെ അവർ നടത്തിയത്. ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹുവിന്റെ കാലത്ത് മുസ്ലിങ്ങളിൽ നിന്ന് അകന്നുള്ള അതിർത്തി പ്രദേശങ്ങളിൽ അഹ്ലു ബൈത്തിനോടുള്ള സ്നേഹം എന്ന പ്രചാരണ പ്രവർത്തനവുമായി നടന്നിരുന്ന ഒരു വ്യക്തി, അബ്ദുല്ലാഹ് ഇബ്നു സബ എന്നാണ് പേര്. അയാൾ യഹൂദിയാണ്. അയാൾ ഒരു ദിവസം വന്ന് ഞാൻ മുസ്ലിമായി എന്നങ്ങ് പ്രഖ്യാപിച്ചു. യഹൂദിയാണ് അയാൾ, ഞാൻ മുസ്ലിമാണ് എന്ന് അയാൾ കളവായി പ്രഖ്യാപിച്ചു. എന്നിട്ട് മുസ്ലിമായി എന്ന് പറയുകയും അലിയെക്കുറിച്ചുള്ള സ്നേഹവാക്യങ്ങൾ കൃത്യമായി ഉരുവിടുകയും എന്നിട്ട് അത് നാട് നീളെ പ്രചരിപ്പിച്ചുകൊണ്ട് യഹൂദിയായ ഉള്ളിൽ യഹൂദിയത്ത് മറച്ചു വെച്ചുകൊണ്ട് മുസ്ലിമായി എന്ന് കള്ളം പറഞ്ഞ അബ്ദുല്ലാഹ് ഇബ്നു സബ ആണ് യഥാർത്ഥത്തിൽ ഷിയായിസത്തിന് രൂപം കൊടുത്തത് എന്ന് കാണാൻ സാധിക്കും. അറിയാമോ നിങ്ങൾക്ക്? അവരുടെ ഏറ്റവും വലിയ ശത്രു അഹ്ലുസുന്നയാണ്. അവരുടെ കിതാബുകൾ പരിശോധിച്ചാൽ കാണാം, അഹ്ലുസുന്നയെ അവർ വിളിക്കുന്നത്, സലഫികളെ അവർ വിളിക്കുന്നത് നവാസിബ് എന്നാണ്. ശത്രുക്കൾ എന്നതിന്റെ അർത്ഥം. അൽ ആമ്മ, ലോക്കൽസ്, പൊതുജനങ്ങൾ എന്നാണ് അവരെ വിളിക്കുക. അഹ്ലുസുന്നയെ അത്ര ആക്ഷേപിക്കും. അവർ പറയുന്നത്, അവരുടെ ഗ്രന്ഥങ്ങളിൽ കാണുന്ന ആക്ഷേപം, അന്ന ലികുല്ലി ഫർദിൻ മിൻ അഹ്ലി സുന്ന സൈലം ഫീ ദുബുരി. ഓരോ അഹ്ലുസുന്നയും എന്താണ്? പിൻഭാഗത്തുള്ള ഒരു മൃഗത്തിന്റെ പിൻഭാഗത്തുള്ള ഒരു വാല് മാത്രമാണ്. അവർ പറയാണ്
ഷിയാക്കൾ പരസ്പരം വഴക്ക് കൂടുമ്പോ എന്താ പറയാന്ന് ചോദിക്കോ? രണ്ടാൾ തമ്മിൽ അടി ഉണ്ടാക്കി അവരെന്താ പറയാന്നറിയോ? അൽമു സുന്നിയും ഫി ഖബ്രി അബീക്, നിന്റെ വാപ്പാന്റെ ഖബറിൽ സുന്നിയുടെ എല്ലാണെന്ന് ചോദിക്കും. അഹ്ലുസുന്നയുടെ എല്ലാണോ നിന്റെ വാപ്പാന്റെ ഖബർ കിടക്കുന്നത്? അത്രയും മതപരായിട്ടാണ് അഹ്ലുസുന്നയെയും സ്വഹാബത്തിനെയും ഷിയകൾ കാണുന്നത്. ലബിഗ്തസല അൽഫ മറത്തിൻ ലമാ തഹുറ വലമാ ദഹബത അൻഹു നജാസതുഹു. ഒരു സുന്നിയെ പിടിച്ച് 1000 വട്ടം കുളിപ്പിച്ചാലും ആ നജസ് ശരിയാവുകയില്ല. ഖുർആൻ ഇന്നമൽ മുശ്രികൂന നജസുൻ, മുശ്രിക്കുകൾ നജസാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. എന്നാൽ അഹ്ലുസുന്ന നജസാണ് എന്നാണ് ഷിയാക്കളുടെ വിശ്വാസം. അദ്ദേഹത്തിന്റെ ഒരു കൃതി ഷിഈ വിശ്വാസങ്ങളിൽ നിന്ന് പിന്തിരിഞ്ഞു പോന്ന അതിൽ നിന്ന് വിടുകയും അവസാന കാലത്ത് അഹ്ലുസുന്ന സ്വീകരിക്കുകയും 5-6 വർഷങ്ങൾക്ക് മുമ്പ് ഷിയാക്കൾ കണ്ടെത്തി കൊന്നുകളയുകയും ചെയ്ത ഒരു പണ്ഡിതനുണ്ട്, മൂസ മൂസവി. അദ്ദേഹത്തിന്റെ ഒരു കൃതി, അദ്ദേഹം എങ്ങനെയാണ് ഷിയായിസത്തിൽ നിന്ന് അഹ്ലുസുന്നയിലേക്ക് സലഫിയത്തിലേക്ക് വന്നത് എന്ന് പറയുന്ന ഒരു കൃതിയുണ്ട്, ലില്ലാഹി സുമ്മ ലിത്താരിഖി, അള്ളാഹുവിനായി ചരിത്രത്തിനായി. അത് മലയാളത്തിലേക്ക് വിവർത്തനം ചെയ്യാനുള്ള ഒരു അവസരം എനിക്കുണ്ടായിട്ടുണ്ട്. ഞാൻ സാന്ദർഭികമായി സൂചിപ്പിച്ചു എന്ന് മാത്രം. കാരണം എന്താണ്? ആ പുസ്തകത്തിൽ ഒരു കഥ പറയുന്നുണ്ട്. ഹുസൈൻ മൂസവിയുടെ പിതാവ്, അതായത് അദ്ദേഹം ഷിയയാണ്. ഇദ്ദേഹം ഇങ്ങനെ ഷിയായിസത്തിൽ നിന്നുകൊണ്ട് അവരുടെ ന്യൂനതകൾ കണ്ടു പഠിക്കുന്ന ഒരു വിദ്യാർത്ഥിയാണ്. ഒരു സുന്നിയെ യാദൃശികമായി അദ്ദേഹത്തിന്റെ ബിസിനസ്സുമായി ബന്ധപ്പെട്ട് ഒരു സുന്നിയെ വീട്ടിൽ അതിഥിയായി സ്വീകരിക്കേണ്ടി വന്നു. അയാൾ മടങ്ങിയ ശേഷം തന്റെ പിതാവ് അയാൾ അന്ന് രാത്രി കിടന്നുറങ്ങിയ പായ തീ കൊടുത്ത് കത്തിക്കുകയും അയാൾ ഭക്ഷണം കഴിച്ച പാത്രങ്ങൾ നായ തൊട്ട നജസ് കഴുകുന്നത് പോലെ മണ്ണുകൊണ്ടും വെള്ളം കൊണ്ടും പ്രത്യേകം ശുദ്ധിയായി സൂക്ഷിച്ചു വെക്കുകയും ചെയ്തു. അഹ്ലുസുന്നയെയും സലഫികളെയും ലോകത്തുള്ള ഷിയാക്കൾ, ഖാംനഈയുടെയും ഖുമൈനിയുടെയും നേതൃത്വത്തിലുള്ള തമ്മാടികളായ ഷിയകൾ പവിത്രമായ തൗഹീദിന്റെ വിശ്വാസം സ്വീകരിക്കുന്ന ആളുകളെ ഇപ്രകാരമാണ് വിലയിരുത്തുന്നത് എന്ന് മനസ്സിലാക്കുക. ഹുസൈൻ ഇബ്നു ഖാലിദ് അവരുടെ 6ാമത്തെ ഇമാമായ റിളായിൽ നിന്ന് ഉദ്ധരിക്കുന്നു, ഷിയത്തുന അൽ മുസ്ലിമൂന ലി അംരിന, നമ്മുടെ കക്ഷിയാണ്, ഷിയാക്കളാണ് നമ്മുടെ കൽപ്പനകൾ അനുസരിക്കുന്നവർ. അൽ ആഖിദൂന ബി ഖൗലിന, നമ്മുടെ ഖൗലെടുക്കുന്നവരാണ് ഷിയാക്കൾ. അൽ മുഖാലിഫൂന ലി അഅദാഇന, നമ്മുടെ ശത്രുക്കൾക്ക് എതിര് പ്രവർത്തിക്കണം. ഫമൻ ലം യകുൻ കദാലിക ഫലൈസ മിന്നാ, അങ്ങനെയല്ലാത്തവർ നമ്മിൽപ്പെട്ടവരല്ല. അഹ്ലുസുന്നത്ത് എന്താണോ ചെയ്യുന്നത് അതിന്റെ ഓപ്പോസിറ്റ് ചെയ്യാൻ പാടുള്ളൂ എന്ന ഷിയാക്കളുടെ വിശ്വാസം. ഒരു മസ്അലയിൽ 2 തരം ഹദീസ് വന്നാൽ, 2 തരം അഭിപ്രായങ്ങൾ വന്നാൽ നിങ്ങൾ എന്ത് ചെയ്യണം? സുന്നികൾ എന്താ ചെയ്യുന്നത് നോക്കുക, അതിന്റെ എതിര് പ്രവർത്തിക്കുക. അതാണ് ഷിയാക്കൾ വിശാല പ്രമാണങ്ങൾ നോക്കിയിട്ട് അമല് ചെയ്യണം എന്നല്ല പഠിപ്പിക്കുന്നത്. അത്ര കൊടിയ പക വെച്ച് പുലർത്തുന്നവർ. മുഫദ്ദിൽ ഇബ്നു ഉമർ, അദ്ദേഹം ഇമാം ജാഫർ സാദിഖിൽ നിന്ന് ഉദ്ധരിക്കുന്നു. ജാഫർ സാദിഖ് നിരപരാധിയാണ്. ജാഫർ സാദിഖ് നല്ല പൂർവികനായ ഒരു ഇമാമാണ്. അദ്ദേഹത്തെ അഹ്ലുസുന്ന അംഗീകരിക്കുന്നുണ്ട്. പക്ഷെ അലിയുടെ പൗത്രനായതുകൊണ്ട് ജാഫർ സാദിഖിന്റെ പേരിലേക്ക് കുറെ കള്ളവിശ്വാസങ്ങൾ, യഹൂദ വിശ്വാസങ്ങൾ അടിച്ചേൽപ്പിച്ചു. എത്രത്തോളം എന്നാൽ ഒരു മുസ്ലിമിന്റെ ലക്ഷ്യം ഈ ലോകത്ത് ആലു ദാവൂദിന്റെ ഭരണം സ്ഥാപിക്കലാണ് എന്ന് ഷിയാക്കളുടെ ഗ്രന്ഥങ്ങളിൽ എഴുതി വെച്ചിട്ടുണ്ട്. മതരാഷ്ട്രവാദം. ഷിയാക്കളുടെ മർമ്മം ഇമാമത്താണ്. ലോകത്ത് ഷിയയുടെ ഭരണമുണ്ടാക്കലാണ് തൗഹീദ് എന്നാണ് ഷിയാക്കൾ പറയുന്നത്. അതിന്റെ സ്വാധീനമാണ് ഇഖ്വാനുകളുടെ ഹാക്കിമിയത്തിലേക്ക്. അവിടേക്ക് നമ്മൾ ഇപ്പോൾ പ്രവേശിക്കുന്നില്ല. ഞാൻ പറഞ്ഞു വരുന്നത് അത്തരം പിഴച്ച വിശ്വാസങ്ങൾ. ആലു ദാവൂദിന്റെ ഭരണത്തിനാണ് യഹൂദികൾ ശ്രമിക്കുന്നത്. അവര് പറയുന്നത് ഞങ്ങളിവിടെ സ്ഥാപിക്കാൻ ശ്രമിക്കുന്ന ഇസ്രായേലിന്റെ വാദം എന്താണെന്നറിയാമോ? ഞങ്ങൾക്ക് ലോകത്തിന്റെ ഭരണം കിട്ടിയാൽ ഞങ്ങൾ ആലു ദാവൂദിന്റെ ഭരണം സ്ഥാപിക്കുമെന്നത് യഹൂദികളുടെ വാദമാണ്. ഷിയാക്കളും അത് തന്നെയാണ് പറയുന്നത്. മുഫദ്ദിൽ പറഞ്ഞു ജാഫറിലേക്ക് ചേർത്തുകൊണ്ട്, ഖദബ മൻ സഅമ അന്നഹു മിൻ ഷിയത്തിനാ വഹുവ മുതവസ്സിഖുൻ ബി ഉർവത്തി ഗൈരിനാ, ഷിയാക്കളുടേതല്ലാത്ത ഒരു പാശം ആരെങ്കിലും മുറുകെ പിടിച്ച അവൻ ഷിയയാണ് എന്ന് പറഞ്ഞാൽ അവൻ കള്ളം പറഞ്ഞു. അതുകൊണ്ട് ഇവിടുത്തെ അഹ്ലുസുന്നയോ സലഫികളോ ചെയ്യുന്ന അവരുടെ വിശ്വാസമോ അവരുടെ ഇബാദത്തുകളോ സ്വീകരിക്കുന്നവൻ ഷിയയല്ല. അവരുടെ നിസ്കാരത്തിൽ വ്യത്യാസമുണ്ട്, അവരുടെ ബാങ്കിൽ വ്യത്യാസമുണ്ട്, അവരുടെ ത്വഹാറത്തിൽ വ്യത്യാസമുണ്ട്, ഓരോ കാര്യത്തിലും വ്യത്യാസമുണ്ട്. ഞാൻ പറഞ്ഞല്ലോ, ആദ്യമായി തന്നെ അവരുടെ പ്രമാണത്തിൽ തന്നെ ഗൗരവമേറിയ ഗൗരവമായ വ്യത്യാസങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. ഒന്നാമതായി, ഷിയാക്കളുടെ അടിസ്ഥാന ഗ്രന്ഥം ഏതാണെന്ന് അറിയണ്ടേ? നമ്മൾ ബുഖാരിയാണല്ലോ. ഖുർആൻ കഴിഞ്ഞാൽ പിന്നെ ഏതാണ്? അഹ്ലുസുന്നക്ക് ബുഖാരിയാണ്. ബുഖാരിയുടെ സ്ഥാനത്ത് ഷീഇകൾക്കുള്ള ഗ്രന്ഥം ഏതാണെന്നറിയാമോ? ബുഖാരിയുടെ സ്ഥാനത്ത് അൽ കാഫി, കുലൈനി. ബുഖാരിക്ക് പകരം കുലൈനിയാണ്. ഇമാം ജാഫർ അൽ കുലൈനി ഹിജറ 3-ാം നൂറ്റാണ്ടിന്റെ അവസാനത്തിലും 4-ാം നൂറ്റാണ്ടിന്റെ ആദ്യത്തിലും ജീവിച്ച ഇസ്ലാമിന്റെ ശത്രു ജാഫർ അൽ കുലൈനി, അബൂ ജാഫർ അൽ കുലൈനി. അയാളുടെ ഒരു കിതാബുണ്ട് അൽ കാഫി. ഒന്നല്ല, അതിൽ വലിയ കിതാബുകളാണ്. റൗളത്തുൽ കാഫി, ഹുജ്ജത്തുൽ കാഫി, ഉസൂലുൽ കാഫി, ഫുറൂഉൽ കാഫി എന്നിങ്ങനെ ഒരുപാട് ശാഖകൾ ആ ഗ്രന്ഥങ്ങൾക്കുണ്ട്. അതാണ് ഈ വിശ്വാസത്തിന്റെ ആചാരം. അഹ്ലുസുന്ന ബുഖാരിയുടെ
ബുഖാരിക്ക് എന്തൊരു സ്ഥാനമാണോ കൊടുക്കുന്നത് ആ സ്ഥാനമാണ് ഖുലൈനിയുടെ അൽ കാഫി എന്ന കൃതിക്ക് ആര് കൊടുക്കുന്നത്? ശിയാക്കൾ കൊടുക്കുന്നത്. ആ കാഫിയിൽ ഒരു വാചകം ഞാൻ ഇന്ന് പ്രത്യേകമായി കേൾപ്പിക്കുന്നു. അതിലെ ഫളായിലുൽ ഖുർആൻ എന്ന് പറയുന്ന ഒരു അധ്യായമുണ്ട്. ബുഖാരി പോലത്തെ ഒരു ഗ്രന്ഥമാണ്, ഹദീസ് ഗ്രന്ഥമാണ്. ഹദീസ് എന്ന് പറഞ്ഞാൽ സ്വഹാബികളിലേക്കോ നബിയിലേക്കോ അല്ല, ഇമാമുകളിലേക്കാണ് ചേർക്കപ്പെടുക. അതിൽ കാണാം ആ ഉസൂലുൽ കാഫിയിൽ ഒരു ഹെഡിങ് തന്നെ, അൽ ഖുർആനു കുല്ലുഹു ഇല്ലൽ അയിമ്മ അന്നഹു ലം യജ്മഇൽ ഖുർആനു കുല്ലഹു ഇല്ലൽ അയിമ്മ. ഖുർആൻ മുഴുവൻ ലം യജ്മഇൽ ഖുർആന കുല്ലഹു ഇല്ലൽ അയിമ്മ, ഇമാമുകളല്ലാതെ ഖുർആൻ ക്രോഡീകരിച്ചിട്ടില്ല എന്നൊരു അധ്യായമുണ്ട്. അതിൽ പറയാണ്, ജാബിർ പറഞ്ഞു, സമീഅതു അബൂ ജാഫർ പറഞ്ഞത് ഞാൻ കേട്ടു, യഖൂൽ മദ്ദാ അഹദും മിനൻ നാസ്, ആളുകളിൽ ഒരാളും വാദിക്കില്ല, അന്നഹു ജുമിഅൽ ഖുർആനു കുല്ലുഹു, ഖുർആൻ മുഴുവൻ ക്രോഡീകരിക്കപ്പെട്ടിട്ടുണ്ട്, കമാ അൻസലല്ലാഹു, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അല്ലാഹു ഇറക്കിയതുപോലെ ഖുർആൻ ക്രോഡീകരിക്കപ്പെട്ടിട്ടുണ്ട് എന്ന് വാദിക്കുകയില്ല. ഇല്ലാ കസ്സാബ്, പെരുന്നുണയനല്ലാതെ. വമാ ജമഅഹു വഹഫിളഹു, ഖുർആൻ ക്രോഡീകരിച്ചിട്ടുമില്ല, ഖുർആൻ മനഃപ്പാഠമാക്കിയിട്ടുമില്ല, കമാ ഉൻസില, അത് അവതരിപ്പിക്കപ്പെട്ട അതേ രൂപത്തിൽ, ഇല്ലാ അലി ഇബ്നു അബീ ത്വാലിബിൻ, അലി റളിയല്ലാഹു അൻഹു അല്ലാതെ, വൽ അയിമ്മത്തു മിൻ ബഅദിഹി, ഇമാമുകളുമല്ലാതെ. അപ്പൊ ഖുർആൻ അലി റളിയല്ലാഹു അൻഹുവിനും ശിയഈ ഇമാമുകൾക്കും മാത്രമേ അറിയാവൂ. നമ്മുടെ അരികിൽ ഖുർആൻ മുഴുവനായി ഉണ്ട് എന്ന് വിശ്വസിക്കുന്നവൻ കാഫറാണ്, കൽദാബാണ് എന്നുള്ള വിശ്വാസം. ഞാനിത് പറയുന്നത് ഷിയായിസം എത്ര വലിയ അപകടമാണ് എന്ന് ബോധ്യപ്പെടാൻ വേണ്ടി. അവരുടെ വിശ്വാസങ്ങളിലേക്ക് പിന്നീട് നമ്മൾ പ്രവേശിക്കും. അള്ളാഹു ഇത്തരം ഷർറുകളിൽ നിന്ന് നമ്മളെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ അംബിയാഇ വൽ മുർസലീൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. അമ്മാ ബഅദ് ഫൗസികും സാനിയം വഇയ്യായ ബിതഖ്വല്ലാഹ്. അള്ളാഹുവെ സൂക്ഷിച്ചുകൊണ്ട് ജീവിതം ശുദ്ധീകരിക്കണമെന്ന് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുന്നു. ഒരു കാര്യം കൂടി മാത്രം ശ്രദ്ധയിൽപ്പെടുത്തുകയാണ്. ഈ നൂറ്റാണ്ടിലെ മഹാനായ പണ്ഡിതൻ ഷെയ്ഖ് ഇബ്നു ബാസ് റഹിമഹുല്ല, സൗദിയിലെ ഗ്രാൻഡ് മുഫ്തിയായിരുന്നു. അദ്ദേഹത്തോട് ചോദിച്ചു, ഹൽ യജൂസു തക്ഫീറു ഷിയ, ഷിയാക്കളൊക്കെ കാഫറാണെന്ന് പറയാൻ പാടുണ്ടോ? ഷിയാക്കൾ കാഫറാണെന്ന് പറയാൻ പാടുണ്ടോ? അദ്ദേഹം പറഞ്ഞു, അഷിയത്തു അഖ്സാമുൻ വ അൻവാഉൻ, ഷിയാക്കൾ പലതരമുണ്ട്. ദക്കറഹ ബഅദുഹും 22 നൗഅൻ, ചിലരൊക്കെ പറയുന്നത് അവർ 22 തരമുണ്ട് എന്നാണ്, 22 കക്ഷികൾ. ലാക്കിന്നൽ ബാത്തിനിയത മിൻഹും, അവരിലെ ബാത്തിനിയാക്കൾ ഉൾസാര വ്യാഖ്യാനം സ്വീകരിക്കുന്നവർ, കൽ ജഅഫരിയ വൽ ഇമാമിയ, ജഅഫരിയാക്കളെ പോലെ ഇമാമികളെ പോലെ. ഈ ഇമാമിയത്താണ് നമ്മുടെ ഹാംനഈയും ഇപ്പൊ കേൾക്കുന്ന ഹാംനഈയും ഖുമൈനിയും ഒക്കെ സ്വീകരിക്കുന്നത് ഇമാമിയത്താണ്. അത്തരം വിശ്വാസമുള്ള അദ്ദേഹം കൃത്യമായി പറഞ്ഞു, അതായത് അത്ബാഇൽ ഖുമൈനി അൽ ഇസ്നാഅശരിയ, ഇസ്നാഅശരി എന്നറിയപ്പെടുന്ന, അതായത് 12 ഇമാമുകളാണ് ലോകം ഭരിക്കേണ്ടത് എന്ന് വിശ്വസിക്കുന്ന ഇസ്നാഅശരി എന്നറിയപ്പെടുന്ന ഖുമൈനിയുടെ അനുയായികൾ, ഹാഉലായി, ഇവരുണ്ടല്ലോ, ലാ ശക്ക ഫീ കുഫ്രിഹിം, അവർ കാഫറാണ് എന്ന കാര്യത്തിൽ സംശയം വേണ്ട. ലിഅന്നഹും റാഫിള, അവർ ഇസ്ലാമിനെ തിരസ്കരിച്ചവരാണ്. ഖുസൂസൻ, സാധാരണക്കാരെ നിങ്ങൾ വിടുക, പ്രത്യേകിച്ചും ഖാദത്തുഹും വ അയിമ്മത്തുഹും, അവരുടെ നേതാക്കന്മാർ, അവരുടെ ഇമാമുകൾ, അല്ലദീന യദൂന ഇല ശിർകി ബില്ലാഹ്, അവർ ഖബർ പൂജ അടക്കമുള്ള ശിർക്കിലേക്ക് ക്ഷണിക്കുന്നു. വഇബാദത്തി അഹ്ലിൽ ബൈത്ത്, അലി റളിയല്ലാഹു അൻഹു മുതൽക്കുള്ള അഹ്ലു ബൈത്തിനെ വിളിച്ചു പ്രാർത്ഥിക്കാനും അവർക്ക് നേർച്ച നേരാനും അവർക്ക് ഇബാദത്ത് ചെയ്യാനും പഠിപ്പിക്കുന്നു. വയഗ്ലൂന ഫി അലിയിൻ, അലിയുടെ കാര്യത്തിൽ അവർ അതിരുവിടുന്നു. വയഅബ്ദൂനഹു മിൻ ദൂനില്ല, അല്ലാഹു അല്ലാത്തവർക്ക് അവർ ഇബാദത്തുകൾ കൊടുക്കുന്നു. വഫിൽ ഹസനി വൽ ഹുസൈൻ, ഹസനും ഹുസൈനും അവർ ഇബാദത്ത് കൊടുക്കുന്നു, ബലിയിറക്കുന്നു. വയറൗന അന്നഹും യഅലമുനൽ ഗൈബ്, ഇമാമുകൾക്ക് ഗൈബ് അറിയാം എന്ന് അവർ അല്ലാഹുവിൽ പങ്കുചേർത്ത് വിശ്വസിക്കുന്നു. വഅന്നഹും മഅസൂമൂൻ, അമ്പിയാക്കളെ പോലെ ഇമാമുകൾ ഒരു തെറ്റും പറ്റാത്തവരാണ് എന്ന് അവർ വിശ്വസിക്കുന്നു. വയദ്ദഊന അന്ന അലിയൻ ഹുവൽ ഇല, അലി റളിയല്ലാഹു ഉലൂഹിയത്തുണ്ട്, അദ്ദേഹത്തിൽ ദിവ്യത്വമുണ്ട് എന്നവർ വിശ്വസിക്കുന്നു. ഹാക്കദ അന്നുസൈരിയ, ഇവരെ പോലെ തന്നെയാണ് ഇന്ന് തീവ്രവാദ ഗ്രൂപ്പുകളായി ഇവർ ഈ കാലഘട്ടത്തിൽ അറിയപ്പെടുന്ന ഒരു വിഭാഗമാണ് നുസൈരിയ, അവരും അങ്ങനെ തന്നെയാണ്. വഹാക്കദൽ ഇസ്മായിലിയ, ഇസ്മായിലികളും അങ്ങനെ തന്നെ. ഹാഉലായി മൻ അക്ഫറന്നാസ്, സത്യവിശ്വാസികളെ സ്വഹാബി അഹ്ലുസുന്നയുടെ ആളുകൾ കാഫറാണ് എന്ന് പറയുന്നവരാണവർ. പ്രത്യേകിച്ചും അൽ ഖാദത്തു വൽ അയിമ്മത്തു മിൻഹും വൽ കിബാർ. അതുകൊണ്ട് തന്നെ ഹാഉലായി മിൻ അക്ഫറിൻ നാസി, അവർ ജനങ്ങളിൽ ഏറ്റവും വലിയ കുഫറിൽപ്പെട്ടവരാണ്. പ്രത്യേകിച്ച് ഇവരുടെ ഇമാമുകൾ. അപ്പൊ ഷിയാക്കൾക്ക് നേതൃത്വം കൊടുക്കുന്ന ഹാംനഇമാരും ഖുമൈനിമാരും അവരുടെ അപ്പോസ്തലന്മാരും പുരോഹിതന്മാരും ഏറ്റവും വലിയ കാഫറുകളാണ് എന്നാണ് ഫത്വ നൽകിയിരിക്കുന്നത്. എന്നാൽ ഷിയാക്കൾ എന്നറിയപ്പെടുന്നവരും ഇതേ വിശ്വാസം ഈ രൂപത്തിൽ വെച്ചു പുലർത്താത്തവരുമായി ചില ആളുകളുണ്ട്. അതുകൊണ്ട് സാമാന്യമായി എല്ലാ ഷിയാക്കളും കാഫറുകളാണ് എന്ന് പറയാൻ പറ്റില്ല. എപ്പോഴാണ് ഒരു ഷിയ കാഫറാകുന്നത്? ഇൻഷാ അല്ലാഹ് നമുക്കും അത് പഠിക്കാം. എല്ലാത്തരം വ്യതിയാന ചിന്തകൾ ഈ ഉമ്മത്തിലേക്ക് അരിച്ചിറങ്ങുന്നതിൽ നിന്നും ശരിയായ പഠനവും ശരിയായ തൗഹീദും മുറുകെ പിടിക്കുക വഴി അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ.
ഈ ഉമ്മത്തിനെ സ്വർഗത്തിലേക്കുള്ള പാതയിൽ നിന്ന് തിരിച്ചുവിടാൻ ശ്രമിക്കുന്ന എല്ലാ ഇരുട്ടിന്റെ ശക്തികൾക്കും, ഇസ്ലാമിന്റെ ശത്രുക്കൾക്കും, യഹൂദികൾക്കും, അവർ നേതൃത്വം നൽകുന്ന സയനിസ്റ്റുകൾക്കും അള്ളാഹു അർഹമായ ശാപവും നാശവും ദുനിയാവിലും ആഖിറത്തിലും പ്രദാനം ചെയ്യുമാറാകട്ടെ. അല്ലാഹുമ്മ ഇന്നാ നജഅലുക ഫീ നുഹൂരിഹിം വനഊദു ബിക മിൻ ശുറൂരിഹിം. അല്ലാഹുമ്മ ഇന്നാ നജഅലുക ഫീ നുഹൂരിഹിം വനഊദു ബിക മിൻ ശുറൂരിഹിം. اللهم إنا نجعلك في نحورهم ونعوذ بك من شرورهم. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. وآخر دعوانا أن الحمد لله رب العالمين وصلى الله على من لا نبي بعده.